ഹലോ, ഇപ്പോൾ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിലെ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് കഥ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗാഥയുടെ ജന്മരഹസ്യം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ഗാഥ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിങ്കിയും കൂട്ടരും കൂടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ശ്രമങ്ങൾ വിജയിക്കുമോ, അതോ നന്ദ ആ ശ്രമങ്ങളെല്ലാം പൊളിച്ചടുക്കി ഗാഥയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുമോ, എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പിങ്കി പറയുന്നുണ്ട്, ഗാഥയും ആ ഒരു ഹേമന്തും തമ്മിലുള്ള വിവാഹം എങ്ങനെയെങ്കിലും ഉറപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഹേമന്തിന്റെ കൂടെ ഗാഥ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലാൻ ഒരുക്കാം എന്ന് പിങ്കി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ ലക്ഷ്മി ഏട്ടത്തിയുടെ അടുത്ത് ചെല്ലുകയും ലക്ഷ്മി ഏട്ടത്തിയെ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുകയും എന്നിട്ട് ഹേമന്തിന്റെ കുറെ കാര്യങ്ങൾ പറയുകയും ഗാഥ ഇവിടെ നിൽക്കുന്നത് ഒരിക്കലും സുരക്ഷിതമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ലക്ഷ്മി ഏട്ടത്തി പറഞ്ഞത്, ഗാഥയും ഹേമന്തും തമ്മിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹേമന്തിനെ കാണുമ്പോൾ ഗാഥയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഗാഥയുടെ മുഖത്ത് പോലും എന്തോ ഒരു വലിയൊരു പേടി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തോന്നിനെയോ ഗാഥ പേടിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം നല്ല ആളല്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും എടിപിടിയായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പിങ്കിയോട് ലക്ഷ്മി പറയുമ്പോൾ അവിടെ പിങ്കി പറഞ്ഞത്, ഇപ്പോൾ അങ്ങനെയല്ല അമ്മായി, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഗാഥയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ അവർ വീട്ടുകാർ തമ്മിൽ പറഞ്ഞ് ഉറപ്പിച്ച കല്യാണമല്ലേ, പിന്നെ നമ്മളായിട്ട് അത് എന്തിനാ മുടക്കുന്നത്? അത് മാത്രമല്ല, ഗാഥ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും വേറെ പല കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കിയാലോ, ഗാഥയുടെ നമ്മുടെ മഹേശ്വരൻ അച്ഛൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ വേറൊരു ഭാര്യയാണ് ഗാഥയുടെ അമ്മയെന്നും അതിൽ പിറന്ന കുഞ്ഞാണെന്നും അങ്ങനെയാണ് കുഞ്ഞിനെ ഇവിടെ കൊണ്ട് നിർത്തിയത് എന്നൊക്കെ മറ്റുള്ളവർ കഥ ഉണ്ടാക്കിയാലോ, ഇപ്പോൾ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ മരിച്ചതിന് ശേഷം അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ കഥ പറഞ്ഞ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പിങ്കി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കര പേടിയായി. കാരണം എന്തായാലും അതൊക്കെ ശരിയാണ്, അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അച്ഛനെ അറിയാന്നുള്ള എല്ലാവരും അതൊന്നും വിശ്വസിക്കാൻ പോകത്തില്ല. പക്ഷേ വേറെ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എത്രത്തോളം നമുക്ക് സത്യം അവരെ ബോധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗാഥ ഇവിടുന്ന് പറഞ്ഞയക്കുന്നതാണ് നല്ലത് എന്ന് പിങ്കി പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി ഇടത്തിയുടെ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ നന്ദ ഭയങ്കര ടെൻഷനിലിരിക്കുന്ന സമയത്ത് നന്ദ ഗാഥയ്ക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ വന്നാലും നിന്നെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞയക്കത്തില്ല, നിന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് നിന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാണ്, അത് എന്തായാലും ഞാൻ പാലിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്താണ് നമ്മുടെ ലക്ഷ്മി വന്നതിന് ശേഷം നന്ദയോട് ഈ പിങ്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഒരിക്കലും നന്ദ അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. പക്ഷെ പിങ്കി പറഞ്ഞത് നമ്മുടെ ലക്ഷ്മി പറഞ്ഞത്, നിനക്ക് എത്ര നാൾ അവളെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും, എത്ര നാൾ അവളെ ഇവിടെ നിർത്തി പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ നീ അങ്ങനെ എന്തെങ്കിലും നേർന്നിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെയല്ല, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു, ഹേമന്തിനെ വിളിച്ചു വരുത്തുക, എന്നിട്ട് ഈ കല്യാണം ഉറപ്പിക്കുക, അവളുടെ ഹേമന്തിന്റെ കൂടെ ഗാഥയെ പറഞ്ഞു വിടുക എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് ലക്ഷ്മി പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ ഈ ഒരു കാര്യം കേട്ടപ്പോൾ പിങ്കി നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി, എന്തായാലും ഇത് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം, ഇതിൽ ഞാൻ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാം അവതാളത്തിലാവും എന്ന് നന്ദയ്ക്ക് മനസ്സിലായി. അങ്ങനെ നേരെ നമ്മുടെ ഗൗതം ജോലിക്ക് പോകുന്ന സമയത്ത് തന്നെ പിങ്കി ഇതിനെപ്പറ്റി ലക്ഷ്മിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗൗതമിനോട് പറയുകയും ഹേമന്തിന്റെ കൂടെ നമ്മുടെ ഗാഥയെ പറഞ്ഞയക്കുകയും ചെയ്യണം. അത് മാത്രമല്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അച്ഛനെ പറ്റിയും ഗാഥയുടെ അമ്മയും ഗാഥയൊക്കെ പറ്റി അവിഹിത ബന്ധമുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു പരത്തി കഴിഞ്ഞാൽ അതും വലിയ മോശമല്ലേ എന്നൊക്കെ ഗൗതമിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഗൗതം ഇതിൽ ഭയങ്കരമായിട്ട് ആലോചിക്കുമ്പോൾ നന്ദ എന്തായാലും ഇതിനെ സമ്മതിക്കത്തില്ല. ഗാഥ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് നന്ദയ്ക്ക് ഒരുക്കമല്ല എന്ന് തന്നെയാണ് നന്ദ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ നന്ദയുടെ ആ ഒരു മാറ്റം, നന്ദയെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഗൗതമാണ്, എന്നിട്ട് ഇതിലൊരു വലിയൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് ഗൗതമാണ് എന്ന് പിങ്കി പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഗൗതമിന് മനസ്സിലായി ഇതിൽ പിങ്കി പറഞ്ഞത് ഏകദേശം ശരിയാണ്, ഇങ്ങനെ പോകുന്തോറും നമുക്ക് നല്ലതല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഇതിനെപ്പറ്റി നന്ദയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഗൗതം നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗൗതമിനെ കാത്ത് നന്ദ നിൽക്കുന്ന സമയത്ത് വൈകിട്ട് തന്നെ ഗൗതം വരുമ്പോൾ ഇതിനെപ്പറ്റി നന്ദയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പിങ്കി പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഗൗതം നന്ദയോട് പറയുമ്പോൾ നന്ദയ്ക്ക് അവിടെ ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. ഗാഥ ഇവിടെ നിർത്തണമെന്ന് പറയാൻ പോലും നന്ദയ്ക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ചോദിച്ച് വന്നു കഴിഞ്ഞാൽ ഗാഥയുടെ യഥാർത്ഥ ജീവിത രഹസ്യം
അച്ഛൻ്റെ മകളാന്നുള്ള സത്യമൊക്കെ നന്ദയ്ക്ക് പറയേണ്ടി വരും. അത് പിന്നെ കുറച്ചുകൂടി പ്രശ്നത്തിലോട്ടേ നയിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ നന്ദയുടെ വായ അടഞ്ഞു പോകുന്ന രീതിയിലാണ് ഗൗതം സംസാരിച്ചത്. എന്തായാലും ഹേമന്തിനെയും ഗാഥയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഗൗതം നിൽക്കുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ മഹേശ്വരനോട് ലക്ഷ്മി പറയുകയും ഹേമന്തിന്റെ കൂടെ ഗാഥയെ പറഞ്ഞയക്കുകയും ചെയ്യണം. അത് മാത്രമല്ല ഗാഥയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്വർണ്ണോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മളുടെ സൈഡിൽ നിന്ന് കൊടുക്കണ്ടേ, അതും നമുക്ക് ചെയ്യാം എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ തന്നെ എന്നിട്ട് ലക്ഷ്മി പോകുമ്പോൾ തന്നെ മഹേശ്വരൻ്റെ മനസ്സിൽ ഭയങ്കര കുറ്റബോധമാണ്. സ്വന്തം മകളെ ഇങ്ങനെ ഒരാളുടെ കൂടെ ഒരു ആപത്തിലോട്ട് പറഞ്ഞയക്കേണ്ട അവസ്ഥയായി പോയല്ലോ എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ്. അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാതുമായിരിക്കും. ടാറ്റാ ബൈ.